ആശ്വാസക്കാറ്റാണ് പരിശുദ്ധ മറിയം. വിയർത്തും ഓടിയും തകർന്ന് തരിപ്പണമായ മക്കൾക്ക് അവൾ കുളിർക്കാറ്റാണ്. സ്നേഹക്കാറ്റായ മറിയത്തെ സ്നേഹിക്കുന്ന മക്കൾക്ക് സ്വർഗം അനുഗ്രഹങ്ങളുടെ പൂമാല ചാർത്തും. എല്ലാ മറിയഭക്തർക്കും മാതൃപാദയത്തിലേക്ക് സ്നേഹവന്ദനം. സ്വർഗം ചാർത്തിയൊരഴകേ, സ്വർഗം ചാർത്തിയൊരഴകേ, എൻ കണ്ണീരിൻ മാനത്ത് മഴവില്ലൊളി നീ. തീരാ ദുരിതം തീരുമ്പോൾ അമ്മ വരും അരികെ. ചാരത്തവളുണ്ടെങ്കിൽ എന്നിൽ ആത്മബലം പടരും. സുവിശേഷ കതിരൊളികൾ തീർക്കും കന്യക നീ. തിരുസുതനോട് എന്നെ ചേർക്കും കരുണമയ്യും നീ. വാഗ്ദാനത്തിൻ പേടകമാണിന്നമ്മ, സ്വർണ്ണാലയമായി നിന്നെ തെളിയും അമ്മ. സ്വർഗ്ഗസിയോനിൽ എന്നെ ചേർക്കും അമ്മ. ശാരോണിൽ വിരിഞ്ഞ പൂവാണമ്മ, ശാരോണിൽ വിരിഞ്ഞ പൂവാണമ്മ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, ഈ മെയ് മാസ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്ന നമ്മളോട് പരിശുദ്ധ അമ്മ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, മകനായ ഈശോയെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. മകനെ കാണുമ്പോഴൊക്കെ പരിശുദ്ധ അമ്മ പറയാറുള്ള കാര്യം എങ്ങനെയാണ്? എൻ്റെ മോനെ, നീ സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ഈ നിമിഷം തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മ എപ്പോഴും ഇങ്ങനെ ഈശോയെ ഇങ്ങനെ ടെംപ്റ്റ് ചെയ്യിപ്പിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് വാക്ക് യൂസ് ചെയ്യുന്നത്. ടെംപ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ പ്രലോഭിപ്പിക്കുക എന്നാണ്. എന്തിനാണ് പ്രലോഭിപ്പിക്കുന്നത്? ദൈവീക കാര്യങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധ അമ്മ യേശു ക്രിസ്തുവിനെ ടെംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അമ്മയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അതൊന്ന് ലൂക്ക 1:46, ദൈവത്തിന് ഇങ്ങനെ സ്തുതി പാടിയ അടയാട്ടിയാണ് പരിശുദ്ധ അമ്മ. അമ്മയെ കുറിച്ച് പറയുന്നത് അടയാട്ടി എന്നാണ്. അടയാട്ടി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? അത് പണ്ടത്തെ മലയാള ഭാഷയിലുള്ളതാ. അടയാട്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ. പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ രാജകൊട്ടാരങ്ങളിൽ ഇങ്ങനെ സ്തുതിപ്പിന് വേണ്ടിയിട്ടൊക്കെയുള്ള ചില വ്യക്തികളെ വെക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ രാജാവിനെ ഇങ്ങനെ പ്രകീർത്തിച്ച് ഇങ്ങനെ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുക. രാജാവ് ചെയ്ത അങ്ങനെ നമുക്ക് ഇപ്പോഴും ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പാണന്റെ പാട്ടുകൾ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ രാജ്യത്തിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ചിരുന്ന പാടിയിരുന്ന ഗ്രൂപ്പുകൾ വെച്ചിരുന്നു. ഇതുപോലെയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ ഈ ദൈവപിതാവിനെ എപ്പോഴും ഇങ്ങനെ സ്തുതിച്ചിരുന്നു എന്നാണ് പറയുന്നത്. സ്തുതിച്ച് പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മ. അത് ഏത് സമയത്താണ്? ഇൻ ദ ടൈം ഓഫ് ക്രൈസിസ് ഓൾസോ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ സഹന സമയത്തും അവളിങ്ങനെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അത് തന്നെയാണ് ഈശോ തൻ്റെ ജീവിത വഴികളിൽ നേടിയത്. ഈശോ ഇങ്ങനെ ലാസ്റ്റ് സപ്പറൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഗാഗുൽത്തയിലേക്കാണ്. എന്ന് പറഞ്ഞാൽ പീഡനം ഏൽക്കാൻ വേണ്ടി പോവാ. ആ സമയത്തും വചനം എഴുതി വെച്ചിരിക്കുന്നത് എന്താ പറയുക? ഒരു കുഞ്ഞു വരി എഴുതി വെച്ചിട്ടുണ്ട് സുവിശേഷകര്. വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ലൈൻ ഇൻ ദ ഗോസ്പൽ, അവൻ സ്തോത്രഗീതം ആലപിച്ചു. അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വെരി മീനിങ് ഫുൾ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ സ്തോത്രഗീതം ആലപിച്ച് ഒലിവ് മലയിലേക്ക് അവൻ പോയി. ഒലിവ് മല കെദ്രോൺ തോട് കടന്ന് അവനിങ്ങനെ ആ ലാസ്റ്റ് മൊമെന്റിനായിട്ട് ഒരുങ്ങി എന്നുള്ളത്. പ്രശ്നങ്ങളുള്ളവരെ, നമ്മളോട് ഈ പരിശുദ്ധ അമ്മയുടെ ഈ ശുശ്രൂഷയിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: നീ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ. നിങ്ങൾ നോക്കി നോക്കി, ഈ ദിവസങ്ങൾ അത്ഭുതങ്ങൾ നടക്കുന്ന വൈദികരൊക്കെ പരിശോധിച്ചു. ഇപ്പോൾ ഡൊമിനിക്കച്ചൻ്റെ അവിടെ, വട്ടായിലച്ചൻ്റെ അവിടെ, ഡാനിയലച്ചൻ്റെ അവിടെ, അല്ലെങ്കിൽ ഈ സന്തോഷ് ബ്രദറിൻ്റെ അവിടെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാബു അരതൊട്ടിലിൻ്റെ ബ്രദറിൻ്റെ അവിടെ. കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു അത്ഭുതം സാബു ബ്രദറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ സംഭവിച്ച അത്ഭുതങ്ങളൊക്കെ സാബു ബ്രദറിൻ്റെ കഴിവുകൊണ്ടോ ഡൊമിനിക് വാളവനാലച്ചൻ്റെ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പട്ടത്തച്ഛൻ്റെ കഴിവുകൾ കൊണ്ടോ ഒന്നുമല്ല സംഭവിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അവര് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിക്കുകയാണ്. സ്തുതിച്ച് പരിശുദ്ധ അമ്മയോടൊപ്പം, അമ്മ മേരിക്കൊപ്പം ഞങ്ങൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം എൻ്റെ മുന്നിൽ തെളിയുന്നു, എന്തോരാനന്ദം എൻ്റെ ഉള്ളിൽ ആനന്ദം എന്ന് പറഞ്ഞു പരിശുദ്ധ അമ്മയോടൊപ്പം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്താണ് സ്നേഹമുള്ളവര് സകലമാന അത്ഭുത പ്രവൃത്തികളും സംഭവിച്ചുകൊണ്ടിരിക്കണേ. എനിക്ക് ഇഷ്ടമുള്ളൊരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ്. അന്തോണീസിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? അന്തോണീസിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത, ചെറിയ നാൾ മുതൽ പരിശുദ്ധ അമ്മ അന്തോണീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു: മോനെ, നീ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് നീ നിന്റെ ദൈവമായ കർത്താവിനെ ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ സ്തുതിപ്പ് കേട്ട് നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു.
അങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിൽ പോകുന്ന വഴിയിൽ അത്ഭുതമല്ലേ? അമ്മയെ കൂട്ടുപിടിച്ച് അന്തോണീസ് ചെയ്ത എത്ര അത്ഭുതങ്ങൾ വേണം? നമുക്കതിന് ഏറ്റവും നല്ല തെളിവല്ലേ ആ ഒരു ദിവ്യകാരുണ്യം കൊണ്ടുപോകുന്ന സമയത്ത് സംഭവിക്കുന്ന അത്ഭുതങ്ങൾ. ആരും വചനം കേൾക്കാനില്ലാത്ത സമയത്ത്, ആ കടൽ തീരത്ത് പോയിട്ട് നിൽക്കുന്ന സമയത്ത് കടലുകൾ വന്ന്, കടലിലെ മത്സ്യങ്ങൾ വന്നിട്ട് വചനം കേൾക്കാൻ നിൽക്കുന്ന സംഭവങ്ങളൊക്കെ സ്നേഹമുള്ളവരെ, അതൊരു വെറും കെട്ടുകഥയല്ല. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന മകന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളുടെ വ്യത്യസ്ത വർണ്ണചിത്രങ്ങളാണ് അതിലൂടെ വെളിപ്പെടുത്തുന്നത്. ഈ പഴയ നിയമത്തിലേക്ക് വന്നാൽ അങ്ങനെ കാണുന്നുണ്ട്. 7 മരണം കണ്ട ഒരു സ്ത്രീ ഉണ്ട് ബൈബിളിൽ. അവരുടെ പേര് സാറ എന്നാണ്. സാറയുടെ ജീവിതത്തിന്റെ പ്രശ്നം എന്താ? സാറയുടെ ജീവിതം ഷോക്കേറ്റ ജീവിതം പോലെ, അല്ലെങ്കിൽ ഷോക്കുള്ള ജീവിതം പോലെയായിരുന്നു. വിവാഹത്തിന്റെ ആദ്യ രാത്രി കെട്ടിയോൻ വന്ന് ഇവളെ തൊട്ട മതി, നമ്മൾ 11 KVM തൊടണ പോലെയാണ്. സാറയുടെ മേത്ത് തൊട്ട ഉടനെ തന്നെ ആ പറയുന്ന ജീവിത പങ്കാളി പെടഞ്ഞു മരിക്കും. ആദ്യത്തെ ആള് മരിച്ച്, രണ്ടാമത്തെ ആള് വീണ്ടും വന്ന് സാറയെ ആദ്യ രാത്രിയിൽ ഇങ്ങനെ സ്നേഹത്തോടെ തൊടുകയാണ്. രണ്ടാമത്തെ ദിവസം തൊടുമ്പോഴേക്കും രണ്ടാമത്തെ മനുഷ്യൻ മരിച്ചു വീഴുക. 3, 4, 5, 6, 7 പേര് മരണപ്പെട്ടത് സാറ കാണുകയാണ്. അപ്പോൾ ഇങ്ങനെ ചങ്ക് പൊട്ടിയിരിക്കുന്ന സമയത്താണ് 8ാമതൊരാൾ കടന്നു വരുന്നത്. അവൻ്റെ പേര് തോബിയാസ്. തോബിയാസിൻ്റെ ജീവിതത്തിൻ്റെ ഏക പ്രത്യേകത എന്ന് പറയുന്നത്, തോബിയാസ് അവൻ്റെ അപ്പനായ തോബിത്ത് പഠിപ്പിച്ചൊരു കാര്യം പ്രാക്ടീസ് ചെയ്തിരുന്നു. തോബിയാസിനെ പഠിപ്പിച്ചിരുന്ന കാര്യം ഇങ്ങനെയാണ്: കുഞ്ഞു തോബിയാസെ, നീ പോകുന്ന വഴിയിലൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം. നീ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഭാര്യയെ തൊട്ടാൽ അവള് 11 KV ഉള്ള പെണ്ണാണെങ്കിലും അത് നിന്നെ ബാധിക്കില്ല. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കേണ്ട നല്ലൊരു പുസ്തകമാണ് പഴയ നിയമത്തിലെ തോബിത്തിന്റെ പുസ്തകം. തോബിത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ 12-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? 7 ഭർത്താക്കന്മാരുടെ ശവം കണ്ട പെണ്ണാണ് നീ, പക്ഷെ ഇന്ന് മുതൽ നീ സ്തുതിച്ചു പ്രാർത്ഥിച്ചാൽ 8ാമൻ നിന്റെ കൂടെ നിൽക്കുന്നത് നീ കാണും. 7 ദിവസം 7 പുരുഷന്മാരുടെ കൂടെ രാത്രി കിടക്കാൻ നോക്കിയിട്ട് പറ്റാതിരുന്ന പെണ്ണാണ് 8ാം ദിവസം തോബിയാസിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് തോബിയാസ് പറയണ കാര്യം ഇങ്ങനെയാണ്: ജഡികാഭിലാഷം കൊണ്ടല്ല, മറ്റൊരു കാര്യം കൊണ്ടല്ല, ദൈവമേ നിന്റെ മഹത്വപ്പെടുത്തി ഞാൻ ഇവളെ തൊടുന്നു എന്ന് പറഞ്ഞ് തൊടുമ്പോൾ അവളിൽ പൂക്കാലം ഉണ്ടാകുന്നത് തോബിയാസ് തിരിച്ചറിയാം. വചനം എഴുതി വെച്ചേക്കാണ്: നീ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ മുമ്പിലുള്ള പരാജയങ്ങൾ, മരണകരമായ അനുഭവങ്ങൾ, പ്രതിസന്ധിയുടെ മേഖലകൾ ഒക്കെ പരിഹരിക്കും. പരിശുദ്ധ അമ്മ മോനെ പഠിപ്പിച്ച കാര്യം ഈ മെയ് മാസത്തിന്റെ രാവുകളിൽ, മെയ് മാസത്തിന്റെ പുലരുകളിൽ നീ പ്രാർത്ഥിക്കണം. നിന്റെ വീട്ടിൽ കടബാധ്യതയുണ്ടോ? സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടോ? ജോലി മേഖലകളിൽ ഭാരങ്ങളുണ്ടാവും? കൈ വിരിച്ചു പിടിക്കുക. മുട്ടിന്മേൽ നിന്ന് കൈ വിരിച്ചു പിടിച്ച് ഇങ്ങനെ മുറുക്കെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കുക. അതാണ് തിരുവചനം എഴുതി വെച്ചിരിക്കുന്നത്. സങ്കീർത്തനം 50:23, മത്തായിയുടെ സുവിശേഷം 15:8, ഇതിലെല്ലാം കാണുന്നത് ഈ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയം വഴി ഇന്ന് മുതൽ നന്നായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അതരം തുറന്ന് സ്തുതിച്ചാൽ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും എന്ന് നീ വിശ്വസിക്കുക. പരിശുദ്ധ അമ്മയുടെ നല്ല മാധ്യസ്ഥത്തോടുകൂടെ ജീവിക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമ്മൾ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും അമ്മ മറിയത്തിൻ്റെ മാധ്യസ്ഥം നമ്മളിലും നമ്മുടെ കുടുംബത്തിലും ഈ ശുശ്രൂഷയിലുള്ള എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ സഹനം രക്ഷയായി മാറാൻ ഇടവരുത്തുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ. സംഭവം: ജോൺ ഹോക്സൻഹാം എന്ന പണ്ഡിതൻ ലൂർദിലെ പുണ്യതീർത്ഥത്തിൽ നടക്കുന്ന രോഗശമനങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് ഇപ്രകാരമാണ്: ഇതെഴുതുന്ന ഞാൻ ഒരു പ്രൊട്ടസ്റ്റന്റ് സഭാവിഭാഗമായ ഫ്രീ ചർച്ചുകാരനാണ്. റോമൻ കത്തോലിക്കരായി എനിക്ക് അനേകം മിത്രങ്ങളുണ്ടെങ്കിലും അവരിൽ പലരും അവരവരുടെ മതം വിശ്വസ്തയോടുകൂടി അനുഷ്ഠിക്കുന്നുണ്ടെന്ന ആത്മനിന്ദാബോധത്തോടു കൂടി ജീവിക്കുന്നു. കത്തോലിക്ക സഭയോട് എനിക്ക് യാതൊരു പ്രതിപത്തിയുമില്ല. ലൂർദിലെ ഈ അത്ഭുതങ്ങൾ സംബന്ധിച്ച് ഞാൻ യഥാർത്ഥമായി അറിഞ്ഞില്ല എന്നു തന്നെ. എന്നാൽ എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് അവയെല്ലാം കാണുകയും ഹൃദയത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞതോടുകൂടി ആശ്ചര്യവഹമായ ആ സംഭവങ്ങളെയും അവയുടെ അർത്ഥത്തെയും അഭിമുഖീകരിക്കാൻ ഞാൻ നിർബന്ധനായി തീർന്നു. ലൂർദിലെ രോഗശമനങ്ങൾക്ക് വലിയ സർജന്മാരും ഭിക്ഷുകന്മാരും സാക്ഷ്യം നൽകിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ലൂർദിൽ ദൈവത്തിൻ്റെ നന്മയുടെ നിർവാജ്യമായ
ആവിഷ്കരണം നടക്കുന്നുണ്ട്. അത് ഇന്നത്തെ ലോകത്തിൽ കൂടുതൽ ആവശ്യമാണ്. പ്രാർത്ഥന. ദിവ്യജനനി, അങ്ങ് ദൈവത്തിരുമനസ്സിനോട് പരിപൂർണ വിധേയമായി വർത്തിച്ചു. എല്ലാ നിമിഷത്തിലും അതുമാത്രമായിരുന്നു അവിടുത്തെ ജീവിത നിയമം. മനുഷ്യാവതാരത്തിന് സമ്മതം നൽകിയപ്പോൾ മുതൽ കാൽവരിയിലെ കുരിശിനു സമീപം നിൽക്കുമ്പോഴും അതിനുശേഷവും അവിടുന്ന് സദാ ദൈവത്തിരുമനസ് നിറവേറ്റിയതാണ് അവിടുത്തെ മഹത്വത്തിന് നിദാനമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ദൈവമാതാവേ, അങ്ങേ വത്സല മക്കളായ ഞങ്ങളും ദൈവത്തിരുമനസ്സിന് പരിപൂർണമായി വിധേയരായി ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ. ജീവിത ക്ലേശങ്ങളിലും പ്രലോഭനങ്ങളുടെ തിരകൾ അലയടിച്ചുയരുമ്പോഴും രോഗങ്ങളും യാതനകളും അനുഭവപ്പെടുമ്പോഴും ദൈവത്തിരുമനസ്സാകുന്ന ദീപശിഖ ഞങ്ങൾക്ക് മാർഗദർശനമരുളുവാൻ അങ്ങ് സഹായിക്കണമേ. ശുദ്ധ ബെർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ഭാവ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റൂഹാദക്കുദശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവ പ്രസാദവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നിർമ്മലയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കഹീനയായ കന്യാസ്ത്രീയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹഗുണങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവേക ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക്
രോഗികളുടെ സ്വസ്ഥാനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വ്യാകുലന്മാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബാവാന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദനീയന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ.
ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സുഹൃത്ത് ജപം. ദേവ തിരുമനസ്സിന് സ്വയം സമർപ്പിച്ച ദേവമാതാവേ, ദേവ തിരുമനസ് അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മെയ് മാസപ്പൂവേൻ സ്വർഗം ചാർത്തിയൊരഴകേ,